ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റിനെ വിസ്മൃതിയിലാണ്ടുപോയ ജെയിംസ് ഹാമിഷ് റോഡ്രിഗസ് എന്ന കൊളംബിയൻ മധ്യനിര താരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് 2014 തോന്നുന്നു സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ആ ലോകകപ്പിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത് ഹാമിഷ് റോഡ്രിഗസ് ആയിരുന്നു. അദ്ദേഹം ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത ശേഷം നേടിയ സെമി വോളി ഗോൾ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായിരുന്നു. 2010 വേൾഡ് കപ്പ് ഡിയാഗോ ഫോർലാനൊക്കെ അടക്കി വരിച്ച ആ ഒരു വേൾഡ് കപ്പിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം ഹാമിഷ് റോഡ്രിഗസിൽ നിന്നുണ്ടായി. അതിനുശേഷം അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് പോയി പിന്നെ പതിയെ താരം വിസ്മൃതിയിൽ ആണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. റയൽ മാഡ്രിഡ് തുലച്ചു കളഞ്ഞ കരിയറുകളിൽ ഒന്നായിട്ട് ഹാമിഷ് റോഡ്രിഗസിന്റെ കരിയർ അറിയപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം അദ്ദേഹം ഈ ഒരു കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. കളിയുടെ ഭൂരിഭാഗം സമയവും 10 പേരുമായിട്ട് കളിച്ച കൊളംബിയ ഉറുഗ്വയെ സെമിഫൈനലിൽ പരാജയപ്പെടുത്തി കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് കടന്നപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത് ഹാമിഷ് റോഡ്രിഗസ് തന്നെയായിരുന്നു. ഒരു കോർണറിൽ നിന്നും ഹാമിഷ് റോഡ്രിഗസ് നൽകിയ അസിസ്റ്റിലായിരുന്നു ജെഫേഴ്സൺ അവർക്ക് വേണ്ടി വിജയ ഗോൾ നേടിയത്. ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ 6ാമത്തെ അസിസ്റ്റാണ് ഹാമിഷ് റോഡ്രിഗസ് തന്റെ പേരിൽ നേടിയെടുക്കുന്നത്. ഏതായാലും കൊളംബിയൻ താരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റ് വേദിയാവുന്നു എന്നുള്ളത് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്.